അയ്യോ എന്ത് ചെയ്യാൻ വെച്ച് അയ്യോ ആരോട് പറയും ഇതെങ്ങനെ തീർക്കും ഇന്നൊന്നും ഇറങ്ങിത്തുന്നാ തീരൂല കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചെലവാക്കാം മനസമാനം പോയി അല്ല അവളുമാരോട് പറഞ്ഞാലോ അവളുമാരെ വിശ്വസിക്കാൻ പോകുന്നില്ല പറഞ്ഞിരുന്ന കുറച്ച് അവർക്കൂടെ അങ്ങ് കൊടുക്കായിരുന്നു കുറേശ്ശെ കുറേശ്ശെ സൗകര്യം പോലെ എടുത്ത് ചെലവാക്കാം അതുവരെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കട്ടെ ഈ രഹസ്യം എന്നോടുകൂടെ തന്നെ മണ്ണടിയെന്നാവും നല്ലത് എന്നാലും എൻ്റെ നീയാണ് എൻ്റെ ജീവനും ചെയ്യുന്നത് ഇത് ആ എണീറ്റ് അയ്യോ എന്തൊരു പറ ഷോക്ക് അടിച്ചു എങ്ങനെ എവിടെന്ന് ഷോക്ക് അടിച്ച് എങ്ങനെയാ പറ്റിയത് അതെ ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പാല് വാങ്ങിക്കാൻ വേണ്ടി പോന്നപ്പോഴ് ഷോക്ക് അടിച്ചു അളിയാ ഇത് പഴയ ഫ്രിഡ്ജാണോ അത്രയും പഴയതാണെന്ന് തോന്നണടാ ശരി ബാ മാവ് എനിക്ക് വിഴുന്നതിന്റെ ഇതില് നട്ടല്ലിടിച്ച് നമുക്ക് ചൂടെങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ എടി അമ്മാവൻ ഷോക്ക് അടിച്ചടി ഇങ്ങനെ ഷോക്ക് അടിച്ചില്ലേ ഇല്ല ഷോക്കില്ലല്ലോ എടി കളിക്കണ്ടെങ്കിൽ മാറിന്ന് എടി എന്നെ അടിച്ചില്ലേ നിനക്ക് അടിക്കൂലല്ലോ നിനക്ക് മറ്റേ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണല്ലോ ഓ അമ്മാനും എല്ലാം പറ്റി എന്നിട്ട് വിഴുന്നതിന്റെ നട്ടല്ലിടിച്ചു മോളെ എന്നാ ഹോസ്പിറ്റലിൽ പോവാം നമുക്കൊന്ന് അയ്യേ ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല അതിനൊന്നുമില്ല നമുക്കൊന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം അതിന്റെ ആവശ്യമില്ല മോളെ വെറുതെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി ഒന്ന് എണ്ണയിട്ട് തടയാൻ മാറും അതിന്റെ കയ്യിലെ ഈ പെരുപ്പാണ് പൈസയുടെ കാര്യം വീട് അതൊരു വിഷയമല്ല നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് എന്താണെന്ന് ചെയ്യാം നട്ടലിന് എക്സ്ട്രാ എടുക്കാം അതിന്റെ ആവശ്യമില്ലെന്താ കരുതി അമ്മാവും അങ്ങനെ പലതും പറയും പ്രായമായ മനുഷ്യനാ നട്ടും ബോട്ടൊക്കെ ഇളകി കിടക്കുമായിരിക്കും നമുക്ക് നല്ല എല്ലിന്റെ ഡോക്ടറുണ്ട് പുള്ളിയെ കൊണ്ടുപോയി കാണിക്കാം പിന്നെ നമുക്ക് പോയി നോക്കാം ഇനി വേണ്ട ഇത് കൈ മാറിയെന്ന് പറഞ്ഞപ്പം വെറുതെ പൈസ കൊണ്ട് കളയാൻ വേണ്ടിട്ട് പൈസ ഇവിടെ ഒരു വിഷയമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ചാരു എൻ്റെ ഒരു ഫ്രണ്ട് പൈസ ഞാൻ കടം തരാനുള്ള തന്നെന്ന് പറഞ്ഞില്ലേ ആ ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് അമ്മ അതോർത്ത് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട അത് കുഴപ്പമില്ല മോളെ അയാളെ എങ്ങോട്ട് വന്നേ ഫ്രിഡ്ജിൽ നിന്ന് മറിക്കും പിന്നെ പൈസ എന്താ ഫ്രണ്ട് തന്നെന്ന് പറഞ്ഞില്ലേ അതിനൊരു 1000 തരുവോളൂ എനിക്ക് തരാലോ 1000 മതിയോ 1000 തൽക്കാലത്തേക്ക് എത്ര മതി ഇനി എന്തെങ്കിലും ഇടയ്ക്ക് ആവശ്യം വന്ന് എന്നോട് ചോദിച്ചാൽ കേട്ടാ ആണോ കൂടുതൽ ചോദിച്ചാൽ തരുമോ എത്രയാണെന്ന് ചോദിച്ചാൽ ഉള്ള അനുസരിച്ച് മാഡത്തിന് സൗണ്ടല്ലേ കേട്ടത് അയ്യോ മാഡത്തിന് എന്ത് പറ്റിയ അതെ എനിക്ക് തോന്നുന്നത് BP വല്ലതും കൂടി കാണും
അയ്യോ അമ്മയെ തന്നെ വിളിച്ച് കരഞ്ഞതാ. ബി പി കൂടി അങ്ങനെ ഒന്നും വിളിക്കത്തൊന്നുമില്ല. മാഡം 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 ഗ്ലാസ് എടുത്തു. മാഡം എന്ത് മാഡം 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 ഇവിടെ വെക്കുന്നത്. എണീക്കണം മാഡം. എന്താ പറ്റിയ? അയ്യോ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതെടുക്കാൻ പോയപ്പോ ടവാൻ താഴെ എത്തി. എനിക്ക് ഒന്നും അറിയില്ലപ്പാ. അയ്യോ അതെ, ഇവിടത്തെ വയറിങ്ങിന് എന്തോ കുഴപ്പമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ വിളിച്ച് കാണിക്കണം കേട്ടോ. ഇപ്പൊ ഇതേ സംഭവം അമ്മാവനോട് ഉണ്ടായിട്ടല്ലേ വന്നത്? അതെ, അമ്മാവന് ഷോക്ക് അടിച്ചായിരുന്നു. സൗണ്ട് ഒന്നും കേട്ടില്ലായിരുന്നോ? ഞാനൊന്നും കേട്ടില്ല. അയ്യോ മാഡം തൽക്കാലം പോയി റെസ്റ്റ് എടുക്ക്. ഇല്ല, എനിക്ക് അമ്പലത്തിൽ പോണം. ഇങ്ങനെ പോണ്ട മാഡം, മാഡം റെസ്റ്റ് എടുക്കണേ നല്ലത്. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി പുറപ്പെട്ടതാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്ന പോലെ മനസ്സ് പറയുന്നു. അമ്പലത്തിൽ പോയേ പറ്റൂ. അല്ല മക്കളെ, നിങ്ങൾ ഈ സ്വിച്ച് ബോർഡിലൊക്കെ തൊടുമ്പോൾ സൂക്ഷിച്ചോളാം കേട്ടോ. നമുക്കൊരാളെ കൊണ്ടുവന്ന് കാണിക്കാം. പതുക്കെ. ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ആ ഫോണിങ് തന്നെ പോയിട്ട് വരാം. നോക്കി പോണേ. അളെ ചാരു, ഈ ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഈ വീട് പണി നടക്കുന്ന സമയത്ത് ചില ഇലക്ട്രീഷ്യന്മാരുണ്ട് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉടായ്പ പണി ഇറക്കും. അതുപോലെ ഇവിടെ എന്തോ പണിതിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. വയറിംഗ് അല്ലേ? എനിക്കും തോന്നിയതാ. എന്തായാലും ആർക്കൊന്നും പറ്റാണ്ടിരുന്ന ഭാഗ്യം. സത്യം. പിന്നെ ഉണ്ടല്ലോ അളിയാ, നമ്മൾ ഇവിടെ ലൈറ്റ്, അയൺ ബോക്സ്, TV എല്ലാ സ്വിച്ചും ഓൺ ആക്കുമ്പോൾ സൂക്ഷിക്കണം. അവളുമാരടുത്തും കൂടെ പറയണം. പറഞ്ഞേക്കാം, വരട്ടെ എന്തായാലും. എന്തൊരു പരിപാടിയല്ലേ നടന്നത്. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു. അമ്മാവനൊക്കെ എന്തിനു പറ്റിയിരുന്നെങ്കിലോ? അമ്മാവന് മാത്രോ? മാഡം വീണുണ്ടോ? എന്റെ അമ്മ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പേടിച്ചു വീഴുക. നമ്മൾക്കാണെങ്കിൽ നിനക്കൊക്കെ ആണെങ്കിൽ ബോധം പോലും വരൂല. നീയാണെ അവിടെ കിടന്നേനെ, ഞാൻ മൈൻഡേ ഇല്ല. ആണല്ലേ? എടി കരയല്ലേ? ദൈവമേ, എടി എന്തോ പറ്റിയടി? കയ്യിരുന്ന് ഗ്ലാസ് പൊട്ടിയാടെ. കയ്യിന്ന് ഗ്ലാസ് പൊട്ടിയ? ചായ കുടിച്ചോണ്ടിരുന്നപ്പോ കയ്യിന്ന് ഗ്ലാസ് പൊട്ടിത്തെറിച്ച്. എന്റെ ദൈവം, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഷോക്ക് അടിക്കണത്, ഗ്ലാസ് പൊട്ടി കൈ മുറിഞ്ഞേക്കുന്നു. ഷോക്ക് അടിക്കുന്നത്? ആർക്ക് ഷോക്ക് അടിച്ച്? എടി ആദ്യം അമ്മാവന് ഷോക്ക് അടിച്ച്, മാഡം എന്താ ഷോക്ക് അടിച്ച് അവിടെ വീണ്. ഇപ്പൊ ഇവളുടെ കൈയും മുറിഞ്ഞേക്കുന്നു. അതെ, എടി ഹോസ്പിറ്റലിൽ പോവല്ലേ? കാശിന് ഇതിൽ അത്യാവശ്യം ഉണ്ടോ? എന്റെ കയ്യിൽ കുറച്ച് കാശ് എന്തായാലും ഉണ്ട്. കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ കുറച്ച് തരാം. ഞാൻ അവിടെ ചെന്ന് നിന്നെ എന്തെങ്കിലും വിളിക്കാം. ഓട്ടോ പിടിച്ച് പോ. ടാക്സി എങ്കിലും വിളിക്കേ. ആംബുലൻസ് തന്നെ വിളിക്ക്. എടി എന്തേലും കാശിന്റെ ആവശ്യമുണ്ട് പറ. പറയാം. എന്തിനുണ്ട് വിളിക്കണേ? വിളിക്ക്. പണ്ടൊന്നും സീനില്ലായിട്ട് എന്തേലും വിളിക്ക്. നല്ലൊരു ദിവസമാണെന്ന് വിചാരിച്ച മൊത്തത്തിൽ പാളിയില്ലോ. നമുക്കേ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി പുറത്തു വന്ന് ചില്ല് ചെയ്തിട്ട് വന്നാലോ? ഇത്ര സംഭവം ഇവിടെ നടക്കുമ്പോഴാ നിനക്കെന്താ വയ്യടി? എടി ഇവക്ക് ഭ്രാന്തടി, ഭ്രാന്ത്. ആ ലൊക്കേഷനിൽ പോയതിനു ശേഷം ഇവൾക്ക് മൊത്തത്തിൽ വട്ടി പിടിച്ചിരിക്കുകയാണ്. അവിടെ കിട്ടിയ ഷോക്കേ നിനക്കായിരുന്നടി കിട്ടേണ്ടത്. ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞാലേ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഹാപ്പി ആക്കാന്ന്. ഫണ്ടിന്റെ കാര്യത്ത് നിങ്ങൾ പേടിക്കണ്ട. ഓ, ഇവളെ പിടിച്ചോണ്ട ആരുമില്ലേ? എവിടെ വരുന്നത്? എന്നാ നിങ്ങളിരിക്കും, ബാ നമുക്ക് വല്ലോ ഓർഡർ ചെയ്യാം ഓൺലൈനിൽ, സ്വിഗ്ഗിയിൽ. അല്ലെ ഞാൻ പോണേട്ടാ. ഞാനും പോണു. ഷോടാ, ഇത്രയും കാശ് കയ്യിലിരിക്കുന്നത് എങ്ങനെ ചെലവാക്കും ദൈവമേ? ചായ പൈസ എല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ട് ചെലവാക്കുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലോ ദൈവമേ. കഷ്ടമാ. ആ ഹോസ്പിറ്റൽ കാശിനെങ്കിലും 10 കാശ് ചിലവാക്കാന്ന് വിചാരിച്ചതാ, അത് നടന്നില്ല.
നിങ്ങളുമാരുടെ ഇത് പറഞ്ഞാലോ? വേണ്ട, അതെനിക്ക് പണിയാവും. ഇത്രയും കാശിൻ്റെ കണക്ക് ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. ചാരുവിൻ്റെ ഇടയിലൊന്ന് പറയാറ്. എൻ്റെ ദൈവമേ, ഇപ്പം ഇങ്ങനെ പാവങ്ങൾക്ക് കുറച്ച് അന്നദാനം നടത്തല്ലേ, കുറച്ച് പുണ്യവും കൂടെ കിട്ടില്ല കൂട്ടത്തിൽ. ഷോ, ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഉറങ്ങാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല. ചായെങ്കിൽ ചായ. എവിടെ ബ്ലഡ്? അവിടെ ഇത് ഫുള്ള് വെള്ളമല്ലേടി? എന്റെ പൊന്നെ വന്ന് നോക്ക്. എടി ഈ പെണ്ണിന് മുഴുവട്ടടി. നിനക്ക് എന്തിന്റെ കേടാണ്? കുറച്ചേരായല്ലോ തുടങ്ങിയിട്ട്. ഇല്ല ചാരു, ബ്ലഡ് കണ്ടതാ ചാരു. പിന്നെ എന്തോന്ന് അതിനകത്തിരിക്കുന്ന വെള്ളം? നോക്ക്, നീ കണ്ണ് തുറന്ന് നോക്കി ഞാൻ എന്തിരിക്കുന്നെന്ന്. അതിനകത്ത് ഫുള്ള് ഞാൻ ബ്ലഡ് കണ്ടതാ. എന്റെ പൊന്നളി, നിനക്ക് എന്തിനു പ്രശ്നം എന്നോട് പറ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അളിയാ, ഈ ലൊക്കേഷനിൽ പോയ സമയം മുതൽ ഇവർക്ക് എന്താ പറ്റി? ഇതൊന്നും അല്ല. ദിവ്യയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ഹാങ് ഓവർ ആണ്. എന്ത് കണ്ടാലും ബ്ലഡ്. എനിക്ക് തലയ്ക്ക് നല്ല ബോധമുണ്ട് ചാരു. കുറച്ചു നേരം കൊണ്ട് എനിക്ക് തോന്നണം നിന്റെ തലയ്ക്ക് നല്ല ബോധം ഉണ്ടെന്ന്. ബാക്കിയുള്ളവരും കൂടി വട്ടുപിടിപ്പിച്ചോണ്ടിരിക്കുക. എന്തൊക്കെയാ നീ പറയണത്? നിങ്ങളടുത്ത് പറഞ്ഞ മടി. പറഞ്ഞ മടുത്തേ പറയണ്ട. അളിയാ, ചാരു എന്താണ്ട്? അളിയാ, ഞാൻ കണ്ടതിനകത്ത് എന്താ നീ കണ്ടത്? ബ്ലഡ്. ഞാൻ കണ്ടളി, സത്യം കണ്ട്. ഇപ്പൊ നോക്ക്, നീ മാറിക്ക്. നോക്ക്. അളി എന്നെ വിളിച്ച് കാണിക്കില്ലേ പ്ലീസ്? ഞാൻ കണ്ടു. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ആളേക്ക് ഞാൻ നിന്നെ വിശ്വസിക്കളിയാ. കറക്റ്റ്. രണ്ടിനും മുഴുവട്ട്. നിന്റെ കണ്ണാടി മാറ്റേണ്ട സമയം. കണ്ണുറ നോക്കടി. നോക്ക്. ഇനി നീയും നോക്ക്. എന്താ ഇത്? ഇതെന്താ? അതേ, ചിത്തഭ്രമം എന്ന് പറയും. വേണമെങ്കിൽ പോരെ, ഞാൻ പോണു. ബ്ലഡ് അവളുടെ. എന്തി പറയണേ? നീ കണ്ടില്ലേ? ഞാൻ കണ്ടളയാ. അമ്മാവനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിലിപ്പോ ഞാൻ എന്തോന്ന് പറയാൻ മോളെ. ഞാൻ ആ വാട്ടർ ടാങ്കിലൊക്കെ കയറി നോക്കി. അവിടുത്തെ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അമ്മ, ഈ പൈപ്പ് തുറക്കുമ്പോഴും ആ വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇവർക്ക് തോന്നിയത് അമ്മാവ, ചുമ്മാ തോന്നിയത് തന്നെ. അതെങ്ങനെ മോളെ രണ്ടുപേർക്കും ഒരുപോലെ തോന്നുന്നത്? അതെ, അതും ശരിയാ. അമ്മാവാ, മാഡം ഈ വീട് വേറെ അടുത്തെങ്കിലും വാങ്ങിച്ചതാണോ? ഇനി അല്ല, എൻ്റെ അറിവിൽ മാഡം സ്വന്തമായിട്ട് വെച്ച വീടാണ്. ഉറപ്പാണോ? ആ, എന്ത് ദുർമരണങ്ങൾ നടന്ന വീടാണെങ്കിലോ ചിലപ്പോ. അയ്യേ, അങ്ങനെ അങ്ങനെ അതെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പണിക്കരെ ഒന്ന് വിളിച്ചാലോ? എൻ്റെ അമ്മാവ് ഇതൊക്കെ പഴഞ്ചൻ രീതികളാണ്. വേറെ എന്തെങ്കിലും പറ. പിന്നെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ രീതികളാണല്ലോ. അമ്മാവൻ പറയുന്നതിന് കാര്യമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണിക്കരെ വിളിക്കണോ? വിളിക്കേ. കാശിൻ്റെ കാര്യം ഓർത്ത് അമ്മാവൻ പേടിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോളാന്ന്. ഇവിടെ ഇപ്പം എന്താണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇത് ഇങ്ങനത്തെ കാര്യത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കണ്ടേ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണ്ടേ? അതിന് പണിക്കരെ പോലെ ഒരാൾ വന്നാലേ പറ്റുള്ളൂ. അതെ, പ്രശ്നം വെപ്പിച്ച് നോക്കണമെങ്കിൽ പ്രശ്നം വെപ്പിച്ച് നോക്കണം. അതിനിപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ചിലവെന്ന് വെച്ചാൽ നമുക്കതൊരു വിഷയമല്ല. ഒന്നിന് പുറകെ രണ്ടായിട്ട് എന്തൊക്കെ ഇവിടെ നടക്കണം അമ്മാവ?
ഇതിലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ആളെ വിളിച്ച് നോക്കാന്ന്. നോക്കിക്കാം. ആ ആ മോളെ എടി കൈ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, വേദന കുറഞ്ഞപ്പോ. ആ എനിക്കൊന്ന് അത്യാവശ്യം വാഷ്റൂമിലൊന്ന് പോകണം. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞിടേ? ഡോക്ടർ കയ്യതി കനക്കണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നാ? ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. നീ ഓക്കെ ആണോടി? ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ കുറഞ്ഞു. കുറവുണ്ടാകാനാ? അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നു. നല്ല ബില്ലായോ ഹോസ്പിറ്റലില്? വലിയ ബില്ലൊന്നും ആയില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഓ വേണ്ടെന്ന്, ഇത് മതി. എന്തായാലും ഡെയിലി ഡ്രസ്സ് ചെയ്യണം. ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ ഹെൽപ്പിന് ഒരാളെ നിർത്തണം നിനക്ക്. വേണ്ട. വേണമെങ്കിൽ പറ. എന്തായാലും കൈക്ക് വയ്യാത്തല്ലേ, എന്തായാലും നിന്റെ കാര്യങ്ങൾ നോക്കാൻ. ജെനി ഉണ്ടല്ലോ. അവൾക്ക് എപ്പോഴും നിന്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. ഞാൻ നാളെ രാവിലത്തേക്ക് ഒരാളെ പറയാം. നിനക്കെന്ത് ജെനി എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിന്റെ തുണി വല്ലതും കണ്ടതായിരിക്കും. കണ്ടിന്റെ തുണിയൊന്നും അല്ലത്. എടി ഏതോ ഒരാള് ഞാൻ കണ്ടിട്ട്, ഒരാളുടെ രൂപം ഞാൻ കണ്ട്, സത്യയുടെയും കണ്ട്. അമ്മ വാ, നമുക്ക് നോക്കാം. എടി വാ. എടി സൂക്ഷിപ്പോ, സത്യയുടെ തൊണ്ടടി ആരോ. നോക്കിട്ട് വരാം. അമ്മ വാ. എടി നീ വാ, വരുന്നില്ലേ? ഇല്ല. മക്കളെ സൂക്ഷിച്ചു. ഉണ്ടാ ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ പേടിച്ചു കാണിച്ചു. ഇവിടെ ആരുമില്ല മക്കളെ. ഇല്ല അമ്മാവ, ഞാൻ കണ്ടതാകത്ത്. അളി അവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. എടി ഇല്ല, സത്യമായിട്ട് ഞാൻ കണ്ടതാ അമ്മാവ, ഞാൻ കണ്ടതാ അമ്മാവ അവിടെ. എന്റെ പൊന്നു ജെന്നി, നിനക്ക് ചുമ്മാ തോന്നിയതാ. നമ്മള് രാവിലെ തൊട്ട് മൊത്തം നോക്കി മോളെ, അവിടെ ഒന്നുമില്ല. നിനക്ക് തോന്നണതാണ്. ഇല്ല അമ്മാവ, ഞാൻ കണ്ടതാ. എന്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? നോക്കടേ അമ്മാവാ, എനിക്ക് തോന്നി ആരില്ലടിയാ? ഇവിടെ ആരും ഇല്ല. ഇല്ലെന്ന്. എന്തോ നമുക്ക് പോവാം. അല്ല, ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പണിക്കരെ വിളിക്കാം. അല്ല ശരിയാവൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിനും എല്ലാവർക്കും കണ്ട പേടിയായ എന്ത് ചെയ്യും? പണിക്കരെ വിളിക്കാം, അതേ നടക്കുള്ളൂ. വിളിക്കാം. നമുക്ക് താഴെ പോവാം. ഇറങ്ങ്. അതെ, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. പറയട്ടെ? പറയ്. എൻ്റെ പത്രത്തിൽ ന്യൂസായിട്ട് കൊടുത്താലോ? സൂപ്പർ. എന്റെ പൊന്നു മോളെ, ഒന്നാമത്തെ ഇത് ആരെങ്കിലും വിശ്വസിക്കൂ. രണ്ടാമത്തെ കാര്യം, നിന്റെ പത്രത്തില് ആരും കാണണ്ടാന്ന് വെച്ച് കൊടുക്കാനാണെങ്കിൽ നീ കൊടുത്തോ, അതായിരിക്കും ബെറ്റർ. അല്ലെ നിന്നെ തല്ലി ആരെങ്കിലും കൊല്ലും. അല്ലളിയാ, എന്റെ ഡൗട്ട് എന്താണെന്നറിയാവോ? നമ്മളൊക്കെ പറ്റിക്കാനായിട്ട് പണി തരാനായിട്ട് ഏവനെങ്കിൽ ഇവര് പ്രാങ്ക് ഷോ അല്ലേ നടത്തുന്നതായിരിക്കും. ഒന്ന് പോവെന്റെ സെലി, അത് പ്രാങ്ക് ഷോ ഒന്നല്ല. ഞാൻ എന്തായാലും കണ്ടത് ഉള്ളത് തന്നെയാണ്. അവിടെ ഒരു രൂപ ഞാൻ കണ്ടതാ. ശരി ശരി, ഞാൻ എൻ്റെ വലിയ വർത്തമാനമൊന്നും വേണ്ട, നിർത്ത്. അതെ, ഇപ്പം മറ്റേ പുള്ളിക്കാരഞ്ഞ് വരും, പണിക്കര്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണിക്കര്, ആ പുള്ളി ഇവിടെ ഇല്ല, വേറെ എവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഗ്നി ഫ്രാൻസിനെ വിളിച്ച് പറഞ്ഞു. അളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെയാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. ആട്ടോയെ കയറ്റി വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങോട്ട് വന്നോട്ട്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അല്ലാതെ കിടന്ന് ചുമ്മാ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ അവസരങ്ങൾ വീണ്ടും വഴക്ക് കൂടരുത്. അമ്മാവാ, ഈ പണിക്കാർക്ക് പണിയെടുക്കാൻ അറിയാവോ? ഓ, അതല്ലേ പറഞ്ഞത്,
ഫ്രാൻസിസ് അളിയനെ പറഞ്ഞയച്ചത്. ഏറ്റവും നല്ല ഒരാളെ പറഞ്ഞയക്കോളൂ, അതെനിക്ക് വിശ്വാസമുണ്ട്. അങ്ങേരാ എന്നെ എനിക്ക് നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ടൊരു ഡൗട്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ചുമ്മാ സെല്ലിന് ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ കയറി ഇടപെടല്ലേ. നീ മര്യാദയ്ക്ക് ഒന്നാമത് പ്രാന്ത് പിടിച്ചിരിക്കാൻ ഇവിടെ. അങ്ങനെ വിട്ടതായതുകൊണ്ട് എനിക്കും ഡൗട്ടുണ്ട്. ഡേയ് നമുക്കൊന്ന് ട്രൈ ചെയ്തോക്കെ, പറഞ്ഞല്ലേ ഇപ്പൊ. എന്തായാലും ഞാൻ കണ്ടത് തന്നെയാണ്. അല്ലേ നീ നിന്റെ നിഴലിനായിരിക്കും കണ്ടത്. ഒന്ന് ഒരു വലിപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു. കുന്തം വലിപ്പം വിവരം പറഞ്ഞു. പ്രശ്നമാണല്ലോ.